സാറിന്റെ ബിസിനസ് തകർച്ചയും പാർട്ടിയിലെ പ്രശ്നങ്ങളും ഒക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഈ സമയത്ത് ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് സാറിനെ സഹായിക്കുക എന്നുള്ള കടമയാണ്. ജയിലില് എന്റെ അച്ഛൻ്റെ ഒപ്പം ഒരേ സെല്ലിൽ നിന്റെ അച്ഛനെ ഞാൻ കിടത്തും. അതെന്റെ പ്രതികാരമാ. നിനക്ക് നിന്റെ അച്ഛൻ ദൈവമാണെങ്കിലേ എനിക്കും അങ്ങനെ തന്നെയാ. മനസ്സിലായോടി? ഇത്രയും ഞാൻ പറഞ്ഞിട്ടും ഇവൾ കരഞ്ഞില്ല. ഇവളെ ഞാൻ കരയിപ്പിക്കും. ചെറിയമ്മ എല്ലാം കൂടി ഒറ്റയ്ക്കൊന്നും ചെയ്യണ്ട, ഞാനും കൂടി സഹായിക്കാം. വേണ്ട വേണ്ട, മോള് പോയി റെസ്റ്റ് എടുത്തേ. ഇതൊക്കെ ഞാൻ ചെയ്തോളാം. എനിക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. മോള് പകല് മുഴുവൻ ജോലിയെടുത്ത് കഷ്ടപ്പെട്ട് വന്നതല്ലേ. മോള് പോയി റെസ്റ്റ് എടുത്തോ. അതൊന്നുമില്ല, ചപ്പാത്തി ഞാനുണ്ടാക്കാം. ചെറിയമ്മേ, ഇത്ര സെർവൻസും ജോലിക്ക് നിന്ന് കിച്ചണാണല്ലേ ഇത്? അതൊക്കെ ഒരു നല്ല കാലല്ലേ മോളെ. എല്ലാ കാലവും ഒരുപോലെ ഇരിക്കില്ലല്ലോ. മനുഷ്യജീവിതമല്ലേ, ഉയർച്ചകളോടൊപ്പം താഴ്ചകളും ഒരുപോലെ ഉണ്ടാവും. എന്നാലും നമ്മുടെ തകർച്ച ഭയങ്കരം തന്നെ. അത് നമ്മുടെ ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചു പോയതാ. മോൾ അതൊക്കെ മറന്നേക്ക്. വരുന്നൊക്കെ വരട്ടെ, നമുക്കത് നേരിടാം. അല്ല മോളെ, രാവിലെ പ്രതാപേട്ടനോട് സഹായം ചോദിക്കാൻ വന്നവരെ സഹായ വാഗ്ദാനം നൽകി മോള് പറഞ്ഞു വിട്ടല്ലോ. അവരുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് ഉറച്ച് വിശ്വസിച്ച് വന്നവരാ. അവരോട് ഇല്ലാന്ന് എങ്ങനെ പറയും? അവരച്ഛനെ കണ്ടിരുന്നെങ്കിൽ അച്ഛനും വിഷമിക്കുമായിരുന്നു. മോള് അച്ഛൻ്റെ പേരിൽ അവർക്ക് വാക്കുകൊടുത്തല്ലേ. പക്ഷെ അവരെ എങ്ങനെ സഹായിക്കാൻ പറ്റും? ഞാൻ രാവിലെ മുതൽ അത് തന്നെ ആലോചിക്കുക ചെറിയമ്മ. സഹായിച്ചല്ലേ പറ്റൂ. ദൈവം എന്തെങ്കിലും വഴി കാണിച്ചു തരും. ഞാൻ മറ്റൊരു കാര്യം ആലോചിച്ച് ആകെ തകർന്നു നിൽക്കുകയായിരുന്നു. എനിക്ക് മോളോട് പറയുന്നതിൽ വിഷമമുണ്ട്. എന്നോട് തുറന്നു പറയുന്നതിന് എന്തിനാ വിഷമം? ചെറിയമ്മ പറയേ. മോളെ, അപ്പുവിൻ്റെ സെമസ്റ്റർ ഫീസും ഹോസ്റ്റൽ ഫീസും അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നാളെയാ. അടച്ചില്ലെങ്കിൽ അപ്പുവിനെ ഹോസ്റ്റലിൽ നിന്നും കോളേജിൽ നിന്നും പുറത്താക്കും. എന്ത് ചെയ്യണമെന്നോർത്ത് ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. ശേഖരേട്ടനോട് പറഞ്ഞിട്ട് ശേഖരേട്ടൻ എന്ത് ചെയ്യാനാ? മോളെ, നമുക്ക് സൂര്യമംഗലത്തെ അമ്മയോടൊന്ന് പറഞ്ഞാലോ? അത് വേണ്ട ചെറിയമ്മ, അച്ഛനത് വിഷമാവും. അച്ഛൻ്റെ അഭിമാനത്തിന് അത് പ്രശ്നവും. അമ്മാമ്മയെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയിക്കാതെയല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും മോളെ?
സാറേ ആ വാ സുധീഷേ. സുധീഷ് ഇരിക്ക. ആ എന്താ ഈ വഴിക്ക്? ചില പൊതുപരിപാടികളായിട്ട് ഈ അടുത്തവര് വന്നതാ. ആ അപ്പോഴാ രഘുവേട്ടൻ പറഞ്ഞത് സാറ് കുറച്ച് ദിവസമായിട്ട് അത്ര സുഖത്തിലല്ലെന്നോ. അതുകൊണ്ടൊന്ന് കണ്ടിട്ട് വന്ന് കരുതി. പിന്നെ വർമ്മ സാറേ, പാർട്ടി ഓഫീസിലൊരു സംസാരം ഉണ്ടായിരുന്നോ സാറിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ച്? എനിക്കെന്ത് ബുദ്ധിമുട്ടാ. ആ കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു പോകുന്നു. എനിക്കങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല സുധീഷേ. സാറേ, നമ്മൾ തമ്മിൽ എത്ര കാലത്തെ പരിചയമാ. എന്നോടൊന്നും വിളിക്കേണ്ട കാര്യമില്ല. സാറിന്റെ ബിസിനസ് തകർച്ചയും പാർട്ടിയിലെ പ്രശ്നങ്ങളും ഒക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഈ സമയത്ത് ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് സാറിനെ സഹായിക്കുക എന്നുള്ള കടമയാണ്. തൽക്കാലം സാറ് ക്യാഷ് എടുക്കണം, കാര്യങ്ങൾ നടക്കട്ടെ. ആ എനിക്ക് വേണ്ട സുധീഷേ. നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദിയുണ്ട്. പക്ഷേ എനിക്കിത് വാങ്ങാൻ കഴിയില്ല. എന്താ സാറേ, ഇത് ഞങ്ങൾ തരുന്ന ദാനമല്ല. സാറിനൊരു പ്രതിസന്ധി വരുമ്പോൾ കൂടെ നിൽക്കേണ്ടത് ഞങ്ങളുടെ കടമയല്ലേ? എനിക്ക് മനസ്സിലാവും സുധീഷേ. നിങ്ങളുടെ സ്നേഹവും രാഷ്ട്രീയത്തിനപ്പുറമുള്ള ബന്ധവും എല്ലാം എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ആരുടെ മുമ്പിൽ ഞാൻ കൈനീട്ടിട്ടില്ല. അല്ല വർമ്മ സാറേ, ഈ ആത്മാഭിമാനം മാത്രം നോക്കിയാൽ കാര്യം നടക്കില്ലല്ലോ. ഇപ്പൊ സാറിന്റെ സമയം ശരിയല്ല. സമയം എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. ഇന്നിരുട്ടാണെങ്കിൽ നാളെ വെളിച്ചം വരും. ഈ ക്യാഷ് ഞാൻ വാങ്ങിയ ഒരുപക്ഷെ എൻ്റെ ഇന്നത്തെ പ്രശ്നം മാറുമായിരിക്കും. പക്ഷേ ഈ വർമ്മ തോറ്റോ എന്ന ഭയം എന്നെ അലട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ദയവായി എന്നെ നിർബന്ധിക്കരുത്. ആ ശരി, ഞാൻ നിർബന്ധിക്കുന്നില്ല. വർമ്മ സാറിനെ വർമ്മ സാർ ആക്കുന്നത് ഈ വാശിയാണ്. പക്ഷെ സാറ് ഒന്ന് മാത്രം ഓർക്കുക, സ്വന്തം എന്ന് പറയാൻ ഞങ്ങളൊക്കെയുണ്ട്. എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ ആലോചിച്ച് നിൽക്കരുത്, ഞങ്ങളെ വിളിക്കണം. ഞങ്ങൾ ഓടിയെത്തും. തീർച്ചയായും. എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ ഒരു മടിയില്ല. ഈ സ്നേഹം മാത്രം മതി എനിക്ക് പിടിച്ചേക്കാൻ. ശരി സാറേ, ഞാൻ ഇറങ്ങട്ടെ. ശരി ശരി. പ്രതാപേട്ട, ഒരു അമ്മയും മോളും ഏട്ടനെ കാണാൻ വന്നിട്ടുണ്ട്. ആ മാത്യൂസിനെ കണ്ടില്ലല്ലോ. വരാന്ന് പറഞ്ഞ സമയവും കഴിഞ്ഞു.